പുരയ്ക്കു മീതെ ചാഞ്ഞാൽ ഏത് മരവും വെട്ടണം എന്നുള്ളതാണ് ലോക നിയമം. ഇപ്പോൾ അൻവർ പുരയ്ക്കു മീതെ ചാഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അൻവറിനെ വെട്ടിനിർത്താനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാതെ അൻവറിനെ ഒരു തരത്തിലും അനുനയിപ്പിക്കാൻ കഴിയാതെ വന്നതോടെയാണ് പിണറായി വിജയനും കൂട്ടരും അൻവറിനെതിരെ തിരിയുന്നത്. നേരത്തെ അൻവറിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന പാർട്ടി എല്ലാ അർത്ഥത്തിലും അൻവറിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അൻവർ ഒരു പാരൽ ശ്രമവുമായി രംഗത്ത് വരുന്നതോടെ രാഷ്ട്രീയപരമായി തന്നെ അൻവറിനെ ഇല്ലാതാക്കാനുള്ള ശ്രമവും നടത്താനുള്ള ഉദ്ദേശമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അൻവർ ഒരു മുസ്ലിം സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത് എന്ന തരത്തിലുള്ള ചില വാദഗതികളും ഇതിനിടയിലൂടെയുണ്ട്. ഏതായാലും അൻവർ KT ജലീലിനെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ശ്രമങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്താണ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പറയുന്നത് സ്വർണ്ണക്കടത്തുകാരെ പിടിച്ചതാണ് അൻവറിനെ പ്രകോപിപ്പിച്ചത്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് അറിഞ്ഞുകൊണ്ടാണോ ഇത്രയും കാലം അൻവർ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതെന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്. ഏതായാലും ഇപ്പോൾ അൻവറിന്റെ പുരയിടത്തിലേക്കുണ്ടാക്കിയ അൻവർ തന്നെ ഉണ്ടാക്കിയ അനധികൃത തടയണ, പലവട്ടം കോടതി പറഞ്ഞിട്ട് പോലും പൊളിച്ചു മാറ്റാത്ത തടയണ ഇപ്പോൾ പൊളിച്ചു മാറ്റാനുള്ള നീക്കത്തിലാണ് പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് പിണറായി വിജയന് നേരെ വന്നാൽ മാത്രമേ അൻവറിനെതിരെ നടപടി ഉണ്ടാവുകയുള്ളൂ എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നു. പിണറായി വിജയനെയും മകളെയും ഭരണ സംവിധാനത്തിനെയും ആകെ കൂടി CPM-നെയും ഒക്കെ അൻവർ പ്രശ്നത്തിലാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വളരെ കൃത്യമായ നീക്കവുമായി CPM രംഗത്തേക്ക് വരുന്നത്. അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമോ എന്ന പേടി പോലും ഇപ്പോൾ CPM-നുണ്ട്. കാരണം CPM-ന്റെ അടിത്തറ ഒലിച്ചുപോകുന്ന തരത്തിലുള്ള ആൾക്കൂട്ടമാണ് അൻവറിന്റെ പ്രവർത്തനങ്ങളിലും അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലുമൊക്കെ കൈത്താങ്ങായും ഒക്കെ ഒഴുകിയെത്തുന്നതും അവിടേക്ക് എത്തിച്ചേരുന്നതും. CPM എത്രയൊക്കെ വിചാരിച്ചിട്ടും അതിനെ തടയിടാനും സാധിക്കുന്നില്ല. അണികളെ ഇറക്കി അൻവറിനെതിരെ മുദ്രാവാക്യം വിളിച്ച് രണ്ടാം ദിവസം അൻവർ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഇപ്പോൾ അവരുടെ നീക്കം, അവർ പറയുന്നത് അണികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ CPM-നെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കാനുള്ള താല്പര്യമുണ്ടാവുന്നത് കൊണ്ടാണോ ഇവിടേക്ക് ആൾക്കാരെത്തുന്നതെന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നു. അവർ പറയുന്നത് CPM-നെ കുറ്റം പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് അവിടേക്ക് വരുന്നതെന്നാണ്. ഏതായാലും നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ അൻവറിന്റെ സീറ്റ് എവിടെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. അൻവർ ഇനി ഭരണപക്ഷത്തായിരിക്കുമോ പ്രതിപക്ഷത്തായിരിക്കുമോ, ഇനി അൻവറിനായി പ്രത്യേക ഏതെങ്കിലും ബെഞ്ചുകൾ വേണ്ടിവരുമോ എന്ന സംശയം കൂടി ബാക്കിയാവുകയാണ്. ഏതായാലും പിണറായി വിജയൻ അൻവറിനെ നന്നായി ഭയന്നിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടി പിണറായി വിജയനോടൊപ്പമുണ്ട് എന്ന ധാരണയെങ്കിലും ഉണ്ടാക്കാനായതാണ് അല്പമെങ്കിലും പിണറായി വിജയന് ആശ്വാസമായത്. MV ഗോവിന്ദൻ അടക്കമുള്ളവർ അൻവറിനെ തള്ളിപ്പറഞ്ഞത് ഈ ഘട്ടത്തിൽ പിണറായി വിജയന് ആശ്വാസം തന്നെയാണ്. ഏതായാലും അൻവർ പുറത്തേക്ക് പോയെങ്കിലും അൻവർ തന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ഇടതടവില്ലാതെ നടത്തുന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. അൻവറാണോ മുഖ്യമന്ത്രിയായിരിക്കുമോ ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നത് മാത്രമേ ഇനി കാണേണ്ടതുള്ളൂ. പാർട്ടി തന്നെ ഇല്ലാതായി പോകുന്ന സാഹചര്യം പോലും ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുന്നിൽ കാണാൻ കഴിയുന്നതും.